ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാറ്റ്സ് വെറൈറ്റീസ്. ബാംഗ്ലൂർ പാലസ് ഒരു വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലത്തിനുള്ളിൽ വലിയൊരു പാലസ് ആണ്. ഈ പാലസിന്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള, അതൊക്കെ വിശദമായിട്ട് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണും. ബാംഗ്ലൂർ പാലസ് ഇവിടെ ഒരു ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞാലും, പക്ഷേ ഇത് നിൽക്കുന്ന ഒരു ഭാഗം ഒരു ഗ്രാമാന്തരീക്ഷത്തിൻ്റെ ഒരു ഭാഗത്താണ്. അധികം ഒച്ചയും വെളിയും തിരക്കൊന്നുമില്ലാത്ത, ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് കുറച്ച് ഉള്ളോട്ട് നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഈ ഒരു പാലസ് നിൽക്കുന്നത്. നമുക്കിട്ട് ഈ ഒരു കോമ്പൗണ്ട് കയറുമ്പോൾ തന്നെ നമുക്ക് അതങ്ങോട്ട് ഫീൽ ചെയ്യും. അപ്പം ഇനി ബാക്കി നമുക്ക് ഇവിടുത്തൊക്കെ കറങ്ങി അങ്ങനെ കാണാം. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൻ്റെ ആ ഒരു ഭാഗം കാണാം. ഷെൽഫ് നമ്മളെ നാട്ടിലെ പഴയ കാലത്തൊക്കെ നമ്മുടെ തറവാട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന മോഡൽ ഷെൽഫാണിത്. കപ്പ് സോസറുകൾ, പ്ലേറ്റുകൾ, പിന്നെ കറി വാരുന്ന പാത്രങ്ങൾ, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അതിന് പുറമെ കുറേ ചിത്രങ്ങളുണ്ടോന്നു. ഇനി ഇതിലേ അങ്ങനെ ഇങ്ങോട്ട് കടന്നാൽ ഇത് പുറത്തേക്കുള്ള ഒരു വഴിയാണ്. ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് കയറാനൊരു കോണിയൊക്കെ ഉണ്ട്. ഇവിടെ പല സ്ഥലങ്ങളിലും കോണികളൊക്കെ പൂട്ടി വെച്ചിരുന്നു. കാരണം എല്ലാതും ഇവർ തുറന്നിട്ട് കംപ്ലീറ്റ് ഓപ്പൺ ആക്കിയിട്ടില്ല. അതിൻ്റെ മോൾ ഭാഗമാണ്. ഇങ്ങനെ കയറി അങ്ങനെ പോകുന്ന ഭാഗമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ സന്ദർശകർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. ഇനി ഇതിലേ ഇങ്ങനെ അങ്ങോട്ട് പുറത്ത് കിടക്കാം. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ ഫോട്ടോകളുണ്ട്. ചുമരുമ്പിൽ ഫോട്ടോക്ക് യാതൊരു ക്ഷാമവുമില്ല. ഇതൊരു ഓഫീസ് മോഡലുള്ളൊരു സംഭവമാണ്. ഒരു സ്റ്റാഫുണ്ട് ഇവിടെ ഇരിക്കുന്നത്, പുള്ളിക്കാരന്. ഇവിടെയും ചുമരുമ്പൽ മൊത്തം ഫോട്ടോകളും കാര്യം തന്നെയാണ്. ഏതൊരു സ്വാമി എൻ്റെ ഫോട്ടോ ഉണ്ട്, പിന്നെ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളുണ്ട്, കളർ ഫോട്ടോകളുണ്ട്, ഇവരെ പഴയകാല കസേരകളും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്ന ഭാഗമാണിത്. അതിനോട് നമ്മളെ ഇപ്പോഴത്തെ കസാര ഉണ്ട്, പ്ലാസ്റ്റിക് കസാര, അത് വേറെ ഉണ്ട്. മറ്റേ കസാര വെറുതെ ഇങ്ങനെ പിന്നെ ഷോക്ക് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ പഴയകാല കസാരകൾ. സീലിങ്ങൊക്കെ നല്ല അടിപൊളിയാണ്. ലൈറ്റൊക്കെ കത്തിച്ചിരിക്കുന്നത്. ചില ലൈറ്റുകൾ കത്തുന്നുമില്ല. അപ്പോൾ ഇത് ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കുന്നു ഞാൻ. പുറത്തു ഇതേപോലെ നല്ല സീലിംഗ് ഉണ്ട്. ഇവിടെ ആരോ ഒരു കാരണവരെ പ്രതിമയൊക്കെ ഉണ്ട്. വെങ്കട്ട സ്വാമി രാജു, അദ്ദേഹം എന്തോ ഒരു അഫ്ഗാൻ വാറിനൊക്കെ പങ്കെടുത്ത ആളാവുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ മെഡലൊക്കെ നെഞ്ഞത്തുണ്ട്. ഇത് പുറത്തേക്കുള്ള ഒരു ഭാഗമാണ്. അവിടെ ഒരു സെക്യൂരിറ്റി, ഒരു നായി കടന്നുറങ്ങുന്നുണ്ട്. നായികൾക്ക് യാതൊരു ക്ഷാമമില്ല, അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതാണ് പുറത്തേക്കുള്ള ഭാഗം. നല്ല അടിപൊളി സ്ഥലമാണ്. ഇനി നമുക്കിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കാണാം. അപ്പോൾ കൊട്ടാരത്തുനിന്ന് ഇറങ്ങിക്കുന്നു ഞാൻ. ഇവിടെ മുറ്റത്ത്
ബ്രിട്ടീഷുകാരെ ആ കാലത്തുള്ള പീരങ്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒന്നൊന്നല്ല കേട്ടോ, 2-3 എണ്ണം കാണുന്നുണ്ട്. ഒന്നിവിടെ കാണുന്നുണ്ട്, പിന്നെ ഒന്നപ്പുറം കാണുന്നുണ്ട്, പിന്നെ വേറൊന്നപ്പുറം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. സ്റ്റീൽ ഏതായാലും ഇതൊന്ന് കാണാൻ വെക്കാൻ നല്ല ഒരു പ്രത്യേകതരം കളറും കാര്യങ്ങളും. നമ്മളെ പുട്ടി ഉണ്ടല്ലോ, പ്രൈമർ അടിക്കുന്ന ആ ഒരു കളറാണ്. ഇതിൻ്റെ പീരങ്കീൻ്റെ അവിടെ എന്തോ ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എന്തോ സൂക്ഷിക്കാനാ തോന്നുന്നുണ്ട്. ഒരു പെട്ടിയുണ്ട് ഇവിടെ, പിന്നെ ചങ്ങലുണ്ട്. ഏതായാലും ഇത് ഉഷാറാണ് സംഭവം. ഇതിൻ്റെ പേരും കമ്പനീൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അതിൻ്റെ ചിഹ്നവും ഒക്കെ ഉണ്ട്. ഏതായാലും സംഭവം ഉഷാറാണ്. ഇവിടെ ഈ കൊട്ടാരം നിൽക്കുന്നത് സാധാ ലെവലിൽ നിന്ന് ഉയർന്നിട്ടാണ്. പിന്നെ എൻ്റെ തൊട്ടങ്ങോട്ടേക്കാണ് ഗാർഡൻ നിൽക്കുന്നത്. ഗാർഡൻ കംപ്ലീറ്റ് താഴ്ന്നിട്ട് കുറച്ച് സ്റ്റെപ്പുകളായിട്ട് ഇറങ്ങിപ്പോയിട്ടാണ്. ഇതാണ് ഈ ഗാർഡൻ്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ്. ഇംഗ്ലണ്ടിലൊരു കാസിലുണ്ട്, വിൻസർ കാസിൽ. അതിൻ്റെ ഒരു രൂപത്തിലാണ് ഈ ഒരു കൊട്ടാരം ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു പാലസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് പിന്നെ അതവിടെ രാജകുടുംബത്തിൻ്റെയാണ് ഇംഗ്ലണ്ടിലുള്ളത്. ഇവിടുത്തെ ഈ വലിയ പില്ലർ ഉണ്ടല്ലോ, ഈ ഒരു തൂണും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ആ ഒരു വിൻസർ കാസിലിൻ്റെ അതേ രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ഇതാണ് ഇതിന് ഫോളോ ചെയ്തിട്ടുള്ളത്, ഇതിനു വേണ്ടിയിട്ട്. ഇപ്പം ഞാനുള്ളത് ഗാർഡനിലാണ്. ഗാർഡനിൽ നിന്ന് ഇങ്ങനെ ഫ്രണ്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇവിടുന്ന് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ് ഉള്ളത്. അങ്ങനെ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കടക്കുകയും ചെയ്യാം. ഈ പാലസ് രാത്രി നല്ല കാഴ്ചയാണെന്ന് ഞാൻ മുമ്പ് വായിച്ചേക്കുന്നത്. ഇതുണ്ടല്ലോ ഈ ഒരു തൂണ്, ഈ തൂണിൻ്റെ മുകളിൽ വൈറ്റ് കളറിൽ കാണുന്ന കംപ്ലീറ്റ് ലൈറ്റാണ്. രാത്രി ആയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് കത്തിക്കും, നല്ല അടിപൊളിയായിരിക്കും. ഇപ്പോൾ കുറച്ച് സന്ദർശകരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എത്തിയപ്പോൾ തീരെ സന്ദർശകരില്ലായിരുന്നു ഇവിടെ. ഞാനൊരു ഓട്ടോയിലാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഓട്ടോക്കാരൻ ഇവിടെ ഉണ്ട്. ആ പുള്ളിക്കാരൻ പിന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും കേരളത്തിൽ നിന്ന് വരുന്നവരുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെടാം. This is my guide, Bangalore guide. नाम क्या है? Appu. Appu. You know English and Tamil? കന്നഡ, മലയാളം കൊഞ്ചം തരും. അപ്പം നിങ്ങൾക്ക് ബാംഗ്ലൂർ വരുന്ന സമയത്ത് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എല്ലാ സ്ഥലവും കൊണ്ടുപോയി കാണിച്ച് നിങ്ങൾ റൂമിൽ കൊണ്ടാക്കി തരും. ഓക്കെ, ഫോൺ നമ്പർ 8073944613. ഓക്കെ. അങ്ങനെ ഞാൻ നമ്മുടെ ഓട്ടോക്കാരൻ്റെ ഒപ്പം ഇവിടെ പുറത്തെത്തിക്കുന്നത്. ഇനി ഇവിടുന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. ഇവിടെ കുറേ ബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത് ഈ പാലസിൻ്റെ പുറത്ത്. അപ്പോൾ പാലസ് ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബാംഗ്ലൂർ പാലസ് കാണാൻ മറക്കരുത്. അപ്പോൾ ഒരുപാടുണ്ട് കാണാൻ, അങ്ങനെ ആസ്വദിച്ച് കണ്ടുപോവുക. അപ്പോൾ എന്നാൽ പിന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.